ശ്രീ സുമിത് ജോർജ്, ഇപ്പോൾ ഇവിടെ RJDയുടെ പ്രതിനിധിയാണെങ്കിലും നേരത്തെ സേനാപതി വേണുവാണെങ്കിലും ആരോപണത്തിൻ്റെ മുനയെത്തുന്നത് BJPയിലേക്കാണ്. അതായത് വളരെ ബോധപൂർവമായി ഈ വോട്ടർ പട്ടികയിൽ നിന്നും വലിയൊരു വിഭാഗത്തെ ഒഴിവാക്കുന്നു എന്ന നിലയിലേക്ക് ആരോപണം ഉന്നയിക്കുന്നുവെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ബീഹാറിൽ ഇന്നിപ്പോൾ രാഹുൽ എത്തി അവിടെ ഒരു പദയാത്രയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. സുമിത്, ഇപ്പോൾ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചു ചേർത്തതെന്നാണ് ഞാൻ തുടങ്ങുന്നത്. ബീഹാറിൽ പദയാത്ര ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജ്യത്ത് ഒരു മുഖം സൃഷ്ടിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് എന്തോ ഈ രാജ്യത്ത് വലുതായി ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ രക്ഷകനായി മാറുന്നു എന്ന തരത്തിലുള്ള ഒരു മുഖത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവര് ഇന്ത്യ സഖ്യമല്ലാട് കൂടി എടുത്തിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുക. ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഇത് നമ്മളൊരു 45 ദിവസത്തെ ഒരു ക്രൈറ്റീരിയ ഒക്കെ വേണോ, ഇത് നമ്മൾ ഇതിന്റെ അകത്ത് ഇത്തരത്തിലൊരു ആരോപണം ഇത് ശരിയാണെങ്കിൽ അത് മുഖവിലക്കെടുക്കണ്ടേ? ഞാൻ പറയുന്നത്, രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് നമുക്ക് ബൂത്ത് ലെവൽ മുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിന് പരിശോധിക്കുവാൻ പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം കവർന്ന് ഇനി ശരി അതെല്ലാം കഴിയട്ടെ. ഇപ്പോൾ അത് ഉന്നയിച്ചു. ഈ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവർ ഉന്നയിച്ചു ഇതുവരെ ഇന്ന ഡേറ്റ് വരെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരാതി ഇലക്ഷൻ കമ്മീഷന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞൊരു പരാതി സമർപ്പിക്കുവാൻ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഈ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ ചാനലുകൾ പറയുന്നത് കേട്ടു, എന്തൊരു ഭയങ്കര പ്രസന്റേഷൻ. ഈ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു പ്രസന്റേഷൻ നടത്തുന്ന പോലെ ഈ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു നേതാവിനൊരു പ്രസന്റേഷൻ നടത്തുവാൻ സാധിക്കുമോ? ഒരു ചാനലുകാർ പറഞ്ഞു, ഇതാ ഇന്ത്യക്കാരൻ, നിങ്ങൾ ഇന്ത്യക്കാരനെ കാണൂ. അപ്പോഴാണ് നമ്മൾ രാജ്യത്തുള്ള ഈ ഭാരതീയരെല്ലാവരും ഒരു ഇന്ത്യക്കാരനെ കാണുന്നത്. അങ്ങനെ എത്രയോ മഹത്തരമായ നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? ഈ ബോംബ് അവിടെ പോയി. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന BJP അല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ഇതിന്റെ ഈ പറയുന്ന രേഖയിൽ അതിന്റെ അകത്ത് ഡബിളിംഗ് ഉണ്ട്. അത് പറയുന്ന 6 മാസത്തിലധികം ഒരാൾ ഒരു സ്ഥലത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അദ്ദേഹത്തിന്റെ പേര് അപ്പുറത്ത് 6 മാസം മുമ്പ് താമസിച്ച സ്ഥലത്ത് ആ പേര് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പേര് ഡബിളിംഗ് ഉണ്ടാകും. പക്ഷെ അദ്ദേഹം രണ്ടാമത് അവിടെയും ഇവിടെയും വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് കള്ളവോട്ടായി മാറുന്നുള്ളൂ. അപ്പുറത്ത് ചെയ്തില്ല ഇപ്പുറത്ത് മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് കള്ളവോട്ടായി മാറുക? അപ്പൊ അത് നമ്മൾ വെറുതെ ഇതിങ്ങനെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് വെറുതെ ഒരു മൂടുപടം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന രീതി വിട്ടിട്ട് കൃത്യമായി നിങ്ങൾ നമ്പർ വൈസ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം നടത്തിയ പ്രകടനത്തിനനുസൃതമായി മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും കഴിയുകയില്ല. അതിവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത്. ഇവരെന്തോ ഈ ഇലക്ഷൻ ആയപ്പോഴത്തേനും പാർലമെന്റ് ഇലക്ഷൻ ആയപ്പോഴത്തേനും BJP എന്തോ ഭയങ്കര സംവിധാനം. ഞാൻ ചോദിക്കട്ടെ, EVM മെഷീനെ ആയിരുന്നല്ലോ ഇത്രയും കാലം കുറ്റം പറഞ്ഞിരുന്നത്. EVM മെഷീനിൽ കൂടെ അത്രയും സംവിധാനം എല്ലാ കാലത്തും തട്ടിപ്പ് നടത്തുന്നതായിരുന്നു BJP. അങ്ങനെയായിരുന്നെങ്കിൽ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ BJP നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്ക് ഭരിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ തട്ടിപ്പ് നടത്തി അങ്ങോട്ടേക്ക് ഭരിച്ചാൽ പോരായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അപ്പൊ പറയുകയാണ് ഇപ്പോ നമ്മൾ ഈ വോട്ടിങ്ങിലാണ് തിരിമറി നടത്തുന്നത്. വോട്ടിങ്ങിൽ തിരിമറി നടത്താനാണെങ്കിൽ പിന്നെ EVM തിരിമറിയാണെന്ന് നിങ്ങൾ പറയരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അത് ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആരോപണത്തിലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് അതിന്റെ കുറ്റം BJPയുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്, നിങ്ങളുടെ നേതൃത്വത്തിന്റെ കുഴപ്പമാണ്, നിങ്ങൾ വെക്കുന്ന ആശയങ്ങളുടെ കുഴപ്പമാണ്. എല്ലാ കാലത്തും അത് തകരുകയാണ്, ഇനിയും തകരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞു, 7 ദിവസത്തിനകത്ത് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ കൃത്യമായി അതിനെ സംബന്ധിച്ച് സത്യവാങ്മൂലം കൊടുക്കണം. അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. അതാണ് ഈ രാജ്യത്തെ നിയമം. അത് ആദ്യത്തെ നിയമം പാലിക്കാൻ തയ്യാറാകണ്ടേ? വെറുതെ കാഷ്വലായിട്ട് പറയുകയാണോ? ഇതൊരു വെറും സിമ്പിൾ അല്ലേ, ഇത് ഇങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങളൊന്ന് പരിഗണിക്കണ്ടേ? അത് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ലേ, ഇങ്ങനെയൊക്കെ കിടപ്പില്ലേ, അതൊന്ന് നോക്കിയാൽ എന്താ കുഴപ്പം? വെറുതെ ഞങ്ങളെടുത്ത് നോക്കണോ? പരാതിക്കാരൻ പരാതി കൊടുക്കണം. അപ്പൊ അതിനെ സംബന്ധിച്ച് രാജ്യത്ത് അതിന് സംവിധാനം ഉണ്ട്, പരിശോധിക്കും. അങ്ങനെയല്ലേ മുന്നോട്ട് പോവുക. അല്ലാണ്ട് വെറുതെ ഇതിനെ ഇത്രയും കാഷ്വലായിട്ട് കാണുന്നത് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അത് വെറുതെ ഇരുന്ന് ഇങ്ങനെ തരം താണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ശരിക്കും നാണക്കേടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യക്കാരനും ഭാരതീയക്കാരനും ഞങ്ങൾക്ക് നാണക്കേടാണ് ഇത്തരത്തിൽ പറയുമ്പോൾ. രാജ്യത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് സുമിത് ജോർജ് ചൂണ്ടിക്കാണിച്ചത്.